Parle Fab in yummy chocolate and vanilla crème. ഞങ്ങൾ നിന്റെ ഐക്യു കൂട്ടാൻ തീരുമാനിച്ചു ഹണി. ഇപ്പൊ നിന്റെ കയ്യിൽ 10 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 3 എണ്ണം നീ സോർദാറിന് കൊടുത്തു. അപ്പൊ നിന്റെ കയ്യിൽ ബാക്കി എത്രയുണ്ട്? 2 മാതളം. ഇതിനിടയ്ക്ക് ഈ മാതളം എവിടുന്ന് വന്നു? അത് ഞാനേ ബാക്കിയുള്ള ആപ്പിളിന് പകരമായിട്ട് വാങ്ങിച്ചതാ. ശരി, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. നിന്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്. അതിലൊരു 10 ലക്ഷം എനിക്ക് തന്നു. 5 പോപ്പറ്റിനും 10 സോർദാറിനും കൊടുത്തു. പിന്നെ നിന്റെ കയ്യിൽ എത്രയുണ്ട്? വെരി സിമ്പിൾ, 70 ലക്ഷം. 70 അല്ലടേ, 75. അല്ലല്ല, 70 തന്നെയാ. ഞാൻ പോപ്പറ്റിനും കൊടുത്തത് 10 തന്നെയാണ്. അവനെന്തിനാ വെറുതെ 5 കൊടുക്കുന്നേ? ഹീസ് മൈ ഫ്രണ്ട്. ഇവനെ പഠിപ്പിക്കാൻ നോക്കുന്നതും ട്രെയിനിന്റെ അടിയിൽ തലവെക്കാൻ നോക്കുന്നതും ഒരുപോലെ തന്നെയാ. നീ വിഷമിക്കണ്ട, ഞാൻ ഇവന്റെ ഐക്യു കൂട്ടാനുള്ള ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ഇന്ന് തന്നെ എത്തും. ആഹാ, കൊള്ളാലോ. ആദ്യമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നത്. ഞാൻ ആ ബുക്കേ ഫ്രെയിം ചെയ്ത് വെക്കും, നോക്കിക്കോ. അത് ഫ്രെയിം ചെയ്ത് വെച്ചത് കൊണ്ട് കാര്യമില്ല, എടുത്ത് തുറന്നു നോക്കണം. എന്തായാലും അത് വന്നോണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അത് എപ്പ വരും? എനിക്ക് ഇപ്പൊ തന്നെ ഐക്യ കൂട്ടാൻ ധൃതിയായി. എനിക്കത് ഇപ്പൊ തന്നെ കിട്ടണം. എന്നാ ഒരു കാര്യം ചെയ്യാം, ആ ആനയോടും പാറ്റയോടും നമുക്ക് കാര്യം തിരക്കാം. ഞാൻ ഇന്നലെ അവരെ കണ്ടായിരുന്നു. അവർക്കും കൊറിയർ കിട്ടാനുണ്ട്. ചിലപ്പോ അവർക്കറിയാമായിരിക്കും കൊറിയർ എപ്പ കിട്ടുമെന്ന്. വെള്ളം ഐസ് പോലെ ഇരിക്കുമ്പോൾ കുളിക്കാൻ നോക്കരുത്. നീലനിറത്തിലുള്ളതാണ് കൊറിയർ വണ്ടി. അത് ഒരിക്കലും മറന്നു പോകരുത്. കൊറിയർ വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. ഇതാ വന്നു. ഹായ് സാർ, ഞാനൊരു കണ്ണട ഉണ്ടാക്കാൻ ഇവിടെയാണ് പറഞ്ഞിരുന്നത്. അല്ല സാർ, എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തത്? എക്സ്ക്യൂസ് മീ സർ, അത് മാനിക്യൂൻ ആണ്. സാറിന്റെ സ്ലിപ്പ് തരൂ. പാടാൻ തോന്നുമ്പോൾ ഒരു കാരണവശാലും മിണ്ടാതിരിക്കരുത്. അഥവാ പോകുന്ന വഴിക്ക് ബോസിന്റെ ഫോൺ വന്നാൽ എടുക്കാൻ നിൽക്കരുത്. ശരി ശരി സാർ. സാർ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാ കൊറിയറും കൊടുത്തു തീർക്കാം. സാർ പേടിക്കേണ്ടതില്ല. കൊറിയർ എല്ലാം ദേ പോയി ദാ കൊടുത്തു. നോക്ക്, നിന്റെ ഈ കാഴ്ചക്കുറവിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചതാണെന്ന് അറിയാലോ. ഈ പ്രാവശ്യം എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നിന്നെ ഈ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും. ഇതിപ്പോ വാർണിംഗ് കുറെ ആയി. അയ്യോ ഇല്ല ബോസ്, ഞാനിതാ എനിക്ക് പറ്റിയ ഒരു കണ്ണട വാങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ കൊറിയർ എവിടെയൊക്കെ ഡെലിവറി ചെയ്യണമെന്ന് എനിക്ക് നല്ല വ്യക്തതയുണ്ട്. കോടതിയിലല്ല ഇപ്പോഴും വിധികൾ മാത്രമാണ് നടപ്പിലാക്കുന്നത്. കടക്കാരൻ എനിക്ക് കണ്ണട മാറി തന്നെന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഇപ്പോഴും നിലവാരം കുറഞ്ഞ പടങ്ങൾ കണ്ടാൽ തിയേറ്ററിൽ കൂവും. ഇനി എന്തായാലും ഡെലിവറി ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എന്നേക്കുമായി എന്റെ പണി പോകും. കൂട്ടുകാരാ, എന്റെ പോപ്പറ്റ് കൂട്ടുകാരാ, ഹണി കൂട്ടുകാരാ, സോർദാർ കൂട്ടുകാരാ, ബണി കൂട്ടുകാരാ, നിങ്ങൾക്ക് സുഖമല്ലേ? നിങ്ങൾക്ക് വരാനുള്ള ഒരു കൊറിയർ വന്നോന്നറിയാനാ ഞങ്ങൾ ഇപ്പൊ വന്നത്. അത് വന്നായിരുന്നോ? എന്റെ കൂട്ടുകാരാ പോപ്പറ്റ്, എന്റെ കൂട്ടുകാരാ ഹണി, എന്റെ കൂട്ടുകാരാ ബണി, പ്രിയ കൂട്ടുകാരാ സോർദാറെ ഇതുവരെ വന്നില്ല. എന്റെ മുത്തശ്ശിയുടെ പല്ല് കേടായി പോയി. അതുകൊണ്ട് തന്നെ ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി ഒരു സെറ്റ് പല്ല് ഓർഡർ ചെയ്തായിരുന്നു. ഞങ്ങൾ ഹണിക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അറിയാത്തോണ്ട് നിങ്ങളോട് ചോദിക്കാൻ വന്നതാ. എന്റെ കൂട്ടുകാരാ ഹണി, എന്റെ കൂട്ടുകാരാ പോപ്പട്ടെ, അതിനെക്കുറിച്ച് നിങ്ങള് എന്നോട് പറഞ്ഞാ മതി. അല്ല, എന്റെ പേര് ഇതുവരെ പറഞ്ഞേ ഇല്ലല്ലോ. കൂട്ടുകാരാ ഹണി, കൂട്ടുകാരാ ബണി, പോപ്പറ്റെ. ആ ശരി ശരി, ഞങ്ങളെ പോയിട്ട് പിന്നെ വരാം. വാ, നമുക്ക് ആ പാറ്റയുടെ വീട്ടിൽ പോയി ചോദിക്കാം. അവന് എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തായിരുന്നു. എങ്ങനെയുണ്ട് പാറ്റ ചേട്ടാ? പഴയ പോലെയൊക്കെ തന്നെ, വൃത്തികേടായിട്ട് നടക്കുന്നു. അത് ശരി, നിങ്ങൾക്കും ഏതോ ഒരു കൊറിയർ വരാനില്ലേ? ഞാൻ എന്റെ പുതിയ വീടിന് വേണ്ടി കുറച്ച് വേസ്റ്റും പിന്നെ വൃത്തികെട്ട മണമുള്ള 4 റൂം ഫ്രഷ്നറിന്റെ സ്പ്രേയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാണെങ്കിൽ ഇതുവരെ വന്നതുമില്ല. നിങ്ങൾ എന്താ ഓർഡർ ചെയ്തേ? ഞങ്ങൾ ഹണിയുടെ ഐക്യു കൂട്ടാൻ വേണ്ടിട്ട് ജനറൽ നോളജിന്റെ ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? അത് ഏതായാലും കൊള്ളാം. അതിരിക്കട്ടെ ഹണി, ഒരു കാര്യം പറയാമോ? നിന്റെ വീട്ടിൽ 10 പാറ്റകളും 5 പ്രാണികളും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? ഒന്നുപോലും ഉണ്ടാവില്ല. അതെങ്ങനെ? കാരണം എന്റെ കയ്യിലേ മൂട്ട സ്പ്രേ ഉണ്ട്. അയ്യോ ഓടിക്കോ, രക്ഷിക്കണേ. അയ്യോ അയ്യോ. Splash, slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. ഞാനതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇവനെന്തിനെ ഓടിക്കളഞ്ഞത്? നീ എന്റെ സൈക്കിൾ ഓടിച്ചോ?
താങ്ക് യു. ഇന്ന് എന്റെ പുതിയ സൈക്കിൾ വരുന്നുണ്ട്. ഹ? ഹ, 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 ഹ? ഓ. അല്ലെങ്കിലും കരിമ്പിന്റെ സ്വാദ് പൽപ്പൊടിയിട്ട് തേച്ച പല്ലിന് മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ. ഇന്ന് എനിക്ക് വേണ്ടി പുതിയ സെറ്റ് പല്ലുകൾ വരുന്നുണ്ട്. പിന്നെ എനിക്കും ഇതുപോലെ കരിമ്പൊക്കെ കടിച്ചു നിന്ന് ആസ്വദിക്കാം. നിന്റെ ബർത്ത്ഡേക്ക് സമാനമായി ലിമിറ്റഡ് എഡിഷൻ പെർഫ്യൂം ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ? ആ? ഉം? ഈ കൊറിയർകാരൻ ഇത് എവിടെ പോയി കിടക്കുവാ? എനിക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ഐക്യം കൂട്ടണം. ദാ വന്നു എന്റെ കൊറിയർ വന്നേ, കൊറിയർ വന്നേ, കൊറിയർ വന്നു. ഹായ് ഹണി, ഇതുവഴി പോവായിരുന്നോ? തന്നെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചോ? ദാ കണ്ടില്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എപ്പോ വരും എന്റെ ഗിഫ്റ്റ്? എന്റെ ഐക്യു ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. എടാ അത് വരും, നീ ഒന്ന് ക്ഷമിക്കേ. എടാ ഹണി, ഞാൻ നിന്നോട് ഹായ് പറഞ്ഞു, പക്ഷെ ബാക്കിയല്ല നീ മറന്നു. അത് കുഴപ്പമില്ല. സോർദാറിനോടും പോപ്പറ്റിനോടും ബണിയോടൊക്കെ ഞാൻ ഹായ് പറഞ്ഞോളാം. ഇന്ന് ഈ തോത്താറാൻ വേണ്ടി ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. സോറി അങ്കിളെ, എനിക്ക് വേണ്ടി അങ്കിൾ കൊണ്ടുവന്ന കൊറിയർ വേഗം തരാമോ? ഞാൻ സാധാരണ ഹോളിഡേസിൽ ആക്ഷൻ ഹീറോസിന്റെ പടങ്ങൾ മാത്രമാണ് കാണുന്നത്. ഇങ്ങനെയാണോ വീട്ടിൽ വരുന്ന കൊറിയറുകാരനെ നിങ്ങൾ സ്വാഗതം ചെയ്തത്? ഇന്ന് പിടിച്ചോ നിങ്ങളുടെ കൊറിയർ. രാവിലെ ജോലിക്കായുള്ള ഓട്ടം കഴിഞ്ഞ് ഇപ്പോഴേ ഞാനൊന്ന് നിന്നേ. എന്റെ കയ്യിലുള്ള കൊറിയറുകളെല്ലാം തീർന്നെന്നാ തോന്നുന്നേ. അയ്യോ അങ്കിളെ, അങ്കിൾ തന്ന ബുക്ക് തെറ്റിപ്പോയി. വീട്ടിലിരുന്നുണ്ട് എങ്ങനെ അൾസർ മാറ്റാം? ഈ ബുക്ക് ഞങ്ങളുടേതല്ല. അയ്യോ ദേ അങ്കിൾ പോയി. നീ എനിക്ക് ആദ്യമായിട്ടല്ലേ ഒരു ഗിഫ്റ്റ് തരുന്നത്? നമുക്കത് പോയി വാങ്ങിച്ചോണ്ട് വരാം. അധികം ദൂരമൊന്നും പോയി കാണില്ല. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ? അല്ല, എന്താ ഇത്രയും പേര് ഇവിടെ? ആനച്ചേട്ടാ, എന്താ പറ്റിയേ? ഇവരെന്താ നമ്മുടെ പുറകെ വരുന്നേ? കൂട്ടുകാരാ, അയാൾ എനിക്ക് തന്ന കൊറിയർ മാറിപ്പോയി കൂട്ടുകാരാ. നിങ്ങൾ എന്തിനാണ് പുറകെ പോകുന്നത്? കണ്ടില്ലേ, എന്റെ പെർഫ്യൂമിന്റെ സ്ഥാനത്ത് ഇതാണ് ഡെലിവർ ചെയ്തത്. അപ്പൊ നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കിട്ടിയത് തെറ്റായ ഡെലിവറിയാ. വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം. കൊറിയർ സർവീസുകാരൻ തട്ടിപ്പാണെന്നാ തോന്നുന്നേ. നമ്മളെ അടുത്തെത്താൻ പോലും സമ്മതിക്കുന്നില്ല. പക്ഷെ അവനെ നമ്മൾ തീർച്ചയായും പിടിച്ചേ പറ്റൂ. ഈ പുറകെ പോകുന്നവരൊക്കെ ഇയാൾ കാരണം ഡെലിവറി തെറ്റിയതാണ്. അയാൾ എത്ര ദൂരം പോയാലും കുഴപ്പമില്ല. ഇന്ന് എന്റെ ഐക്യം കൂട്ടിയിട്ടേ വേറെ കാര്യമുള്ളൂ. എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക് ചവിട്ടിക്കോ. പുറത്തിറങ്ങ്. തന്നെ എത്ര നേരമായി ഞങ്ങൾ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഇടിമിന്നൽ
ഉള്ളപ്പോൾ ആരും പുറത്തു പോകരുത്. ഒരു പ്രായമായ മനുഷ്യനാണ്, എന്നോട് ഇങ്ങനെ ചൂടാവരുത്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യണം? എത്ര നേരമായിട്ട് തന്റെ ഈ വണ്ടി ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. ഞങ്ങൾക്ക് തെറ്റായ ഡെലിവറിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ആഹാ, പഠിക്കുന്ന കുട്ടികൾ സാധാരണ വെക്കേഷൻ ആകുമ്പോൾ ബീച്ചിൽ പോകുമല്ലോ. ഇത്രയും കൊറിയർ ഉള്ള സ്ഥിതിക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാമല്ലോ. അത് ശരി, താനൊന്ന് പുറകോട്ട് നോക്കിക്കേ. കടലിലെ തിമിംഗലം ഒരിക്കൽ കരക്കടിഞ്ഞത് കണ്ടോ? ഇത്രയും വണ്ടികൾ ഇവിടെ നിരത്തിയിടാൻ ഇവിടെ എന്താ ട്രാഫിക് ജാം ഉണ്ടോ? അല്ല, ഇവരെല്ലാം നിങ്ങളുടെ പുറകെ വന്നതാണ്. ഇവർക്ക് എല്ലാവർക്കും നിങ്ങൾ തെറ്റായ സാധനങ്ങളാണ് ഡെലിവറി ചെയ്തത്. രാവിലെ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നടക്കുമെന്നത് തോന്നലായിരുന്നോ? ഇവർക്ക് കൊടുത്ത ഡെലിവറിയും തെറ്റായിരുന്നോ? ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും സെയിം ആണ്. ക്ഷമിക്കണം, സത്യത്തിൽ എനിക്ക് കിട്ടിയത് തെറ്റായ കണ്ണടയാണ്. ഇത് ആദ്യം വെച്ചപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. എന്നാ നിങ്ങൾക്ക് മാറ്റിക്കൂടായിരുന്നോ? കഴിഞ്ഞ ഉത്സവത്തിന് ഞാനിപ്പോ നാട്ടിൽ പോയപ്പോൾ അവിടെ 5 ആനകൾ നിരന്നിരുന്നു. ഇന്നെങ്കിലും കൃത്യമായിട്ട് ഡെലിവറി ചെയ്തില്ലെങ്കിൽ ജോലി എന്ന് പറഞ്ഞു വിടുമെന്ന് മുതലാളി പറഞ്ഞിരുന്നു. നിങ്ങൾ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെസ് കളിക്കുമ്പോൾ ചിന്തിച്ചിരിക്കാൻ അല്പസ്വല്പ ക്ഷമ വേണം. കുട്ടികളെ, ഐ ആം റിയലി സോറി. എനിക്ക് നിങ്ങൾ മാപ്പ് തരണം. ഇനി ഈ തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. അയ്യോ, സോറി ഒന്നും പറയണ്ട. ജനങ്ങൾക്ക് മുഴുവൻ സാധനവും ശരിയായ രീതിയിൽ കൊടുക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാത്രല്ല അങ്കിൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആരും അങ്കിളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കില്ല. അത് കൊള്ളാലോ. നീ ഇങ്ങനെ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കാൻ എന്നാ പഠിച്ചത് കണി? എനിക്ക് എന്തായാലും എന്റെ ഐക്യു കൂട്ടാനുള്ള ഗിഫ്റ്റ് കിട്ടിയല്ലോ, പിന്നെന്താ? താങ്ക് യു പപ്പറ്റ് ഫോർ ദിസ് സ്വീറ്റ് ഗിഫ്റ്റ്. സംഗീത ഉപകരണങ്ങളിൽ കാണാൻ ഏറ്റവും സുന്ദരം അത് വീണയാണ്. അല്ല, ഇതിപ്പോ ആരുടെ കൊറിയറാണ്? ഇത് അങ്കിളിന്റെ തന്നെ കൊറിയറാണ്.